ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സങ്കടകരമായൊരു ദിവസമാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് നടക്കുന്നത്. അങ്ങനെ ബാക്ക് ടു ദുബായ് തിരിച്ചു പോകാനുള്ള ദിവസമാണ് ഇന്ന്. അങ്ങനെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയായിരുന്നു. ഇന്ന് വൈഫ് കോളേജിൽ പോയിട്ടാണുള്ളത്, മക്കൾ സ്കൂളും പോയിട്ടാണുള്ളത്. അവരെ ഇപ്പോൾ പിക്ക് ചെയ്യാൻ പോകണം. പിന്നെ ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്, 1 o'clock ഫ്ലൈറ്റാണ്. അബുദാബിയിൽ നിന്നാണ്, ഇൻഡിക്കോയാണ്. 10 മണിയൊക്കെ കഴിയുമ്പോൾ എത്തിയാൽ മതി അവിടെ എയർപോർട്ടിൽ നിന്നാണ് കരുതുന്നത്. നമുക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല, ഇവിടുന്ന് മട്ടന്നൂരായതുകൊണ്ട് ഒത്തിരി ദൂരമൊന്നുമില്ലല്ലോ, വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നൈറ്റല്ലേ, അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ അവരൊക്കെ വന്നു. മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതിനിടയിൽ വൈഫ് കുറച്ച് ഫുഡ് എനിക്കും വരുത്തരൊക്കെ ചെയ്തു. നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എയർപോർട്ടിൽ എത്തിയാൽ ഞാനങ്ങനെ അവരെ തിരിഞ്ഞു നോക്കുക അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് കയറി പോകാറാണ്. അത് വലിയൊരു പരാതിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ പെട്ടെന്നൊന്നും കയറണ്ട, പതിയെ കയറിയാൽ നേരി ഞാൻ അവിടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഫീലിങ്സ് കൂടുതലും, പിന്നെ ഒരു ഇമോഷണലായിട്ട് അധികം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാധാരണ കൂടുതൽ നിൽക്കാറില്ല, കയറി അങ്ങ് പോകാറാണ് പതിവ്. ഇത്തവണ കുറച്ച് ടൈം അവിടെ തന്നെ നിന്നു. കണ്ണൂസ് ഉണ്ടായിരുന്നു, വിക്കു വന്നില്ല. കണ്ണൂസിന് കുഴപ്പമില്ല, അവൻ ഉറങ്ങാത്തതുകൊണ്ട് അവനെ കൂട്ടി. വിക്കു നല്ല ഉറക്കമായിരുന്നു, അപ്പോൾ അവനെ വിളിച്ചില്ല. പിന്നെ പൊന്നും ഉണ്ടായിരുന്നു, അബിയും ഉണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായില്ല, എല്ലാവരും രാത്രിയല്ലേ, അപ്പോൾ വേറെ ആരെയും കൂട്ടാനോ അങ്ങനെയൊന്നും നിന്നില്ല. അവരോട് ഞാൻ പോയിക്കോ, അധികം വെയിറ്റ് ചെയ്യേണ്ട, വിട്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ കോളേജും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ കയറിക്കോളാം, പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാനും ഈ പെട്ടെന്ന് സാധാരണ കയറാറുള്ള, പെട്ടെന്ന് കയറി ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് മേലെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതൊക്കെ കൊണ്ട് പിന്നെ പതിയെ കയറിയാൽ മതി എന്നായിരുന്നു. പിന്നെ കണ്ണൂസിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ കൂടെ തന്നെ വന്നു, അവിടെ ഗേറ്റ് വരെ എൻ്റെ കൂടെ വന്നു. ഞാനും വരട്ടെ അച്ഛാ കൂടാന്നൊക്കെ പറയുന്നുണ്ടവൻ. ഞാൻ പറഞ്ഞു അച്ഛ പെട്ടെന്ന് വരാം, വേഗം തന്നെ വരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു സ്കൂൾ പൂട്ടിയാൽ അങ്ങോട്ടേക്ക് വരാം. ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിടം സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുരുത്തക്കേട് കളിക്കരുത്, ഭാവന നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇടയ്ക്ക് നല്ലതായിരിക്കും, ചില സമയങ്ങളിൽ നല്ല അടി കൂടാറുണ്ട്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവനതൊക്കെ ഓക്കെ ഞാനെല്ലാം ഏറ്റെന്ന് പറഞ്ഞ് എല്ലാം ഇങ്ങോട്ട് വന്നു. നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഞാനകത്ത് കയറി ബോർഡിങ്ങും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ആ വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. എനിക്ക് ചുറ്റും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഫൈനൽ കോൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് അത് എന്നെയാണ് വിളിക്കുന്നതെന്ന്. അവരൊക്കെ ദുബായിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്നവരാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അബുദാബി ലാൻഡ് ചെയ്തു. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തു. പക്ഷേ ബാഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഒരു 5 മണിയൊക്കെ അടുത്തായപ്പോഴാണ് പുറത്തിറങ്ങിയത്. ഇവിടുന്ന് ഇപ്പം പിന്നെ നമുക്ക് ഫ്രണ്ട്സിനോട് വിളിക്കാൻ വരാൻ പറഞ്ഞാൽ രാവിലെ തന്നെ ആയതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയോണ്ട് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് ബത്തത്ത് വരെ, അപ്പോൾ അതിന് പോകാമെന്ന് കരുതി. ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങി, ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ബത്തത്തേലിറങ്ങി, ബത്തത്തേന്ന് ടാക്സി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാക്സി വിളിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ജബലലിയാണ്. ജബലലി ഫ്രീ സോൺ സൗത്തിലാണ്, കമ്പനി റൂമാണ്. അപ്പോൾ ഇവിടെ എത്തി. ആ ഒരു നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ചെറിയ ഒരു എന്താ പറയുക, ഒരു രാവിലെ തന്നെ ആയാലും പിന്നെ ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിക്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് നേരെ റൂമിലേക്ക് വിട്ടു. എൻ്റെ റൂംമേറ്റ് നവാസ്കയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത് ഇവിടെ. ഇവിടെ എത്തിയപ്പോൾ പുള്ളി ഉണ്ടായിരുന്നില്ല, പുള്ളി നിസ്കരിക്കണോ മറ്റോ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കമ്പനിയിലേക്ക് പോയി. എനിക്കിന്ന് ജോയിൻ ചെയ്യണം. പിന്നെ ഉറക്ക ക്ഷീണമൊന്നും വലുതായിട്ടില്ല, കാരണം ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഉറങ്ങീന്, പിന്നെ വരുമ്പോൾ ബസ്സിൽ നിന്നും കുറച്ച് ഉറങ്ങീന്. അതുകൊണ്ട് ഉറക്ക ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പനിയിലെത്തി. അവിടെ ദീപക്കും സുനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.